സുബ്രതോ കപ്പിൽ കേരളം ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ചരിത്ര നിമിഷമാണ്. കേരളം ആദ്യമായിട്ടാണ് കിരീടം ചൂടുന്നത്. ഉത്തരാഖണ്ഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഷിത ജഗത് ചേരുന്നുണ്ട്. ഷിത, ആവേശകരമായ ഒരു മത്സരമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം? ഹരി, മികച്ച ഒരു മത്സരമെന്ന് തന്നെ പറയാം. കാരണം ഈ ടൂർണമെന്റിൽ ഉടനീളം തന്നെ കേരളത്തിന് വേണ്ടി കളിക്കാനിറങ്ങിയ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ മത്സരവും ജയിച്ചുകൊണ്ട് ആധികാരികമായി ഫൈനലിലേക്ക് എത്തിയ ടീമാണ് കേരളം. ആ ഒരു മികവ്, ആ ഒരു കളിയുടെ മികവ് നമുക്ക് ആ മത്സരത്തിൽ ഫൈനലിൽ ഉടനീളം കാണാനും സാധിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ വിജയമെന്ന് തന്നെ പറയാം. കേരളത്തിനെ അത്രയും മനോഹരമായി കേരളത്തിൻ്റെ കുട്ടികൾ, ഫാറൂഖ് ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ, താരങ്ങൾ നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. അങ്ങനെയാണ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഉത്തരാഖണ്ഡ് അമ്യൂണിറ്റി CBSE സ്കൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ്. ഈ സുബ്രതോ കപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൂർണമെന്റിൽ ഏറ്റവും അഭിമാനകരമായ ഒരു ടൂർണമെന്റ് തന്നെയാണ് സുബ്രതോ കപ്പ് എന്ന് പറയുന്നത്. ആ കപ്പിൽ മുത്തമിടാൻ കേരളം ഒരുപാട് വർഷം കാത്തിരുന്നു. അതിൽ 11 വർഷത്തിന് ശേഷമാണ് കേരളം ഫൈനലിലേക്ക് എത്തുന്നത്. 2012-ലും 2014-ലുമായിരുന്നു കേരളം ഇതിനു മുൻപ് ഫൈനലിൽ പ്രവേശിച്ചിരുന്നത്. എന്നാൽ അന്ന് കപ്പ് നേടാനായില്ല. MSP മലപ്പുറമായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ചെത്തിയിരുന്നത്. ഇത്തവണ ഈ സംസ്ഥാന തലത്തിലെല്ലാം തന്നെ മികച്ച വിജയം നേടിക്കൊണ്ട് ഗോകുലം പരിശീലിപ്പിക്കുന്ന ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി ഡൽഹിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഈ ഫൈനലിൽ എത്തുമ്പോൾ തന്നെ അത്രയേറെ നല്ല മത്സരം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. നേരത്തെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എല്ലാം തന്നെ സംസാരിക്കുമ്പോൾ അവർക്ക് അത്രയേറെ ഉറപ്പുണ്ടായിരുന്നു ഈ ചാമ്പ്യന്മാരായി തന്നെ തിരിച്ചു വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മികച്ച വിജയത്തോടു കൂടെ തന്നെ കേരളം ഇത്തവണ സുബ്രതോ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. 2012-ലും 2014-ലും ശേഷം ഫൈനലിൽ കടന്ന് അവിടെ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദൃശ്യം ഇപ്പോൾ ഉള്ളത് നമ്മൾ കേരളത്തെ പ്രതിനിധീകരിച്ച് നമുക്ക് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ സുബ്രതോ കപ്പിൽ മാറ്റുരച്ചത്. ഇപ്പോൾ കിരീടം ചൂടിയിരിക്കുകയാണ്. അവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒക്കെ ഇപ്പോൾ ദൃശ്യക്കൊപ്പമുണ്ട്. ദൃശ്യ, എന്താണ് അവിടുത്തെ പ്രതികരണം? എല്ലാവരും സന്തോഷത്തിലാണോ? ഹരി, ഇവിടെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എന്താ പറയുക, വലിയ സന്തോഷത്തിലാണ്. ഈ ആ സമയത്ത് പ്രഡിക്റ്റ് ചെയ്തിരുന്നു 2-0 നമ്മൾ ജയിക്കുന്നു പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോ കപ്പ് കേരളത്തിന് വേണ്ടി ഫാറൂഖ് സ്കൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആദ്യമായിട്ടുള്ള ഒരു നേട്ടം, വലിയൊരു അഭിമാനം, സന്തോഷത്തിന്റെ നിമിഷമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അഭിമാനമാണ്. കേരളത്തിന് മൊത്തത്തിൽ ഇത് അഭിമാനമുള്ള പ്രശ്നമാണ്. അതോടെ തന്നെ ഞങ്ങളെല്ലാവരും, കുട്ടികൾ, PTA മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്ന ഗോകുലം FC അടക്കമുള്ളവർ ഇതിൽ വളരെ സന്തോഷവാന്മാരാണ്. ഞങ്ങൾ ഈ ചരിത്ര നേട്ടം നിലനിർത്തുക തന്നെ ചെയ്യും. ഇനി അടുത്ത വർഷങ്ങളിൽ ഈ ചരിത്ര നേട്ടം രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമായിട്ട് ഇന്ന് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിനെ വളർത്താൻ വേണ്ടി മാനേജ്മെന്റ്, PTA, ഗോകുലം FC ഒക്കെ തന്നെ സദാ സന്നദ്ധരാണ് എന്ന് അറിയിക്കുകയാണ്. ഹരി പറഞ്ഞതുപോലെ ഇതിനിടയിൽ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു. പക്ഷെ ആ മഴയത്ത് പോലും ഇവിടെ നിന്ന് ഒരു അണുവിട മാറാതെ കസേരയും തലയിൽ വെച്ചാണ് ഈ കുട്ടികളടക്കം കളി കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ വളരെ എന്താ പറയാ, വലിയൊരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഇവരൊക്കെ വലിയൊരു ആവേശത്തിലായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് തന്നെ 20-ാം മിനിറ്റിൽ ഒരു ഗോൾ വരുന്നു. പിന്നീട് 2ാമത്തെ ഗോളും വരുന്ന സമയത്ത് വലിയൊരു ആവേശ കാഴ്ച തന്നെയായിരുന്നു. കേരളത്തിന് വേണ്ടി, കോഴിക്കോടിന് വേണ്ടി ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായി ഒരു കപ്പ്, സുബ്രതോ കപ്പ് അപ്പോ എന്താണ് PT സാറാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഒരു ട്രോഫി നേടുന്നത് സുബ്രതോ കപ്പ് മുഖർജിയിൽ. ഇത് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലായി മാറിയതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. കേരള ജൂനിയർ താരം ആദി കൃഷ്ണയും ജോൺസിനെയുമാണ് നമുക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. കേരളത്തിനും കോഴിക്കോടിനും പ്രത്യേകിച്ച് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇത്. തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള നേട്ടങ്ങളുമായി ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം
ആവേശമുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനും ആ ആവേശത്തിന്റെ കൂടെ തന്നെയാണ്. മഴയത്ത് പോലും ആവേശത്തിൽ നിന്ന് ഒരു അണുവിട മാറാതെയായിരുന്നു ഇവർ ഓരോരുത്തരും കളി കണ്ടുകൊണ്ടിരുന്നത്. ഞാനിവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, അഭിമാനത്തിലാണ്. കേരളത്തിന് വേണ്ടി ആദ്യമായി ഇങ്ങനെ ഒരു കപ്പ് ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു ആവേശം അതിന്റെ ഭാഗമായി മാറിയതിൽ ഈ സ്കൂളിന് അത്രത്തോളം അഭിമാനമുള്ളൊരു നിമിഷം തന്നെയാണ് ഹരി.